തിരക്കുകളും ശബ്ദങ്ങളും വിട്ട് പ്രകൃതിയുടെ ശാന്തത തേടിയൊരു യാത്ര. പശ്ചിമഘട്ടങ്ങളുടെ നെഞ്ചിൽ മേഘങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു മല. ഇതാണ് കതിർമുടി. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് അധികം ദൂരമില്ലാതെ ഇന്നും പലരറിയാത്തൊരു സ്വർഗഭൂമി. ഫുള്ളായിട്ട് കയറ്റമാണ്. ഇപ്പോൾ നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ 5 ഗൈഡുണ്ട്. ഗൈഡുമായിട്ട് ബന്ധപ്പെടുക. പിന്നെ പ്ലാസ്റ്റിക്കിന് ഒരു കാരണവശാലും കളയരുത്, പുറത്ത് കളയരുത്. അത് നമ്മൾ സൂക്ഷിക്കണം. എൻ റൂട്ട് എന്ന് പേരുള്ള ഒരു ട്രെക്കിംഗ് കമ്പനിയുടെ കൂടെയാണ് ഞാൻ കതിർമുടി ട്രെക്കിംഗ് ചെയ്തത്. തമ്പാനൂരുള്ള തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്. അഗസ്ത്യ മലനിരകളുടെ ഭാഗമായ കതിർമുടി നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായ ട്രെക്കിംഗ് കേന്ദ്രമാണ്. ഈ കോട്ടൂർ സെക്ഷൻ തിരുവനന്തപുരം ഡിവിഷനിൽ വരുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പെർമിഷൻ എടുത്താൽ മാത്രമേ നമ്മൾക്ക് ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പേരിൽ തന്നെ ഒരു കഥ ഒളിപ്പിച്ച മല, കതിരുപോലെ വളഞ്ഞ മുടിയുള്ള മലശിഖരം. കോട്ടൂർ എന്ന സ്ഥലത്ത് നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ കറക്റ്റ് ട്രെക്കിംഗ് തുടങ്ങുന്നത് രാവിലെ 9:20 ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈവനിങ് സ്നാക്സും ഒക്കെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. നല്ല വൃത്തിയും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല ചൂടുള്ള ഇഡ്ഡലി, സാമ്പാർ ആൻഡ് ചട്നി. ഈ ട്രെക്കിംഗ് ട്രെയിൽസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ദൂരം നല്ല രീതിയിലുള്ള കാട്ടിലൂടെയായിരുന്നു ട്രെക്കിംഗ്. അതുകൊണ്ട് തന്നെ തീരെ വെയിലില്ലായിരുന്നു, ചൂടേ അനുഭവപ്പെട്ടില്ല. ഞങ്ങൾ ടോട്ടൽ 25 പേരായിരുന്നു. അതിലൊരു ഗൈഡും പിന്നെ ഈ ട്രെക്കിങ്ങിന് നേതൃത്വം വഹിക്കുന്ന സനിൽ ചേട്ടനും. അങ്ങനെ കുറച്ച് ദൂരം പിന്നിട്ടതിന് ശേഷം ഒരു ചെറിയ വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും സാരല്ല, ഒരു പാറക്കെട്ട്. അവിടെ എല്ലാവരും കുറച്ച് നേരം വിശ്രമിച്ചു. എനിക്ക് തോന്നുന്നത് ഓർമ്മ വരുന്നുണ്ട്, അഗസ്ത്യമുനിയുടെ കവിതയാണ് ആദ്യം ഓർമ്മ വരുന്നത്. 12 മക്കളെ പെറ്റൊരമ്മ എന്ന് പറഞ്ഞൊരു കവിത. ഇപ്പോൾ ഈ തമാശ പറഞ്ഞ ആളാണ് മിസ്റ്റർ സാജൻ. മുന്നേ പോലീസിലായിരുന്നു, ഇപ്പോൾ പ്രസ്സിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് മുന്നിലൂടെ ഇന്ത്യൻ ബൈസൺ പാത മുറിച്ച് കടന്നെന്ന് പറഞ്ഞു. എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, പക്ഷേ കാടിൻ്റെ ആഴത്തിൽ നീളുന്ന ആ ശബ്ദം അതിന്നും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. പിന്നീടുള്ള യാത്ര ഇത്തിരി കഠിനമായിരുന്നു. നല്ല കുത്തനെയുള്ള കയറ്റമൊക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്തൊക്കെ കയറ് കെട്ടി വെച്ചതുകൊണ്ട് തന്നെ കയറാൻ ഇത്തിരി എളുപ്പമായി. ഇതാണ് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ദേവിക. സ്വന്തം പിറന്നാൾ ദിവസം ഫ്രണ്ട്സിനെയും വീട്ടുകാരെയും ഒക്കെ വിട്ട് ട്രെക്ക് ചെയ്യാൻ വന്ന ആ ഒരു വ്യക്തി. അങ്ങനെ നമ്മൾ ഈ ട്രെക്കിൻ്റെ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ നിന്ന് നേരെ ഞങ്ങൾ സെക്കൻഡ് വ്യൂ പോയിന്റിലോട്ട് മൂവ് ചെയ്തു. ഫസ്റ്റും സെക്കൻഡും വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് പേപ്പാറ ഡാമിൻ്റെ ഒരു ദൃശ്യം. ഞങ്ങൾക്ക് വിസിബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ മൊബൈലിൽ പകർത്താൻ എനിക്ക് പറ്റിയില്ല. ഇനി നമ്മൾ പോകുന്നത് 3ാമത്തെ വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പേപ്പാറ ഡാമിൻ്റെ ദൃശ്യവും പിന്നെ ദ ഗ്രേറ്റ് അഗസ്ത്യാർകൂടം മലനിരകളും കൃത്യമായിട്ട് കാണാൻ പറ്റും. പക്ഷെ ആ സമയത്തും ഞങ്ങൾക്ക് വിസിബിലിറ്റി കുറവായിരുന്നു. പിന്നെ നമ്മൾക്ക് കാണാവുന്ന 2 മലയാണ്, ഒന്ന് മപ്പിമലയും ദണ്ഡിമലയും. അങ്ങനെ 200-300 മീറ്റർ മുന്നോട്ട് നടന്നപ്പോൾ നമ്മുടെ ശരിക്കുള്ള ഡെസ്റ്റിനേഷൻ കണ്ടു, ദ ഗ്രേറ്റ് കതിർമുടി. മുകളിലേക്ക് കയറുമ്പോൾ പാതകൾ കഠിനമാകുന്നു. പാറകൾ, കയറ്റങ്ങൾ, ചിലപ്പോൾ ശ്വാസം മുട്ടുന്ന പോലെ നിമിഷങ്ങൾ. എന്നാൽ ഓരോ ബുദ്ധിമുട്ടിനും പ്രകൃതി ഒരു സമ്മാനം നൽകിക്കൊണ്ടിരുന്നു. ഇതാണ് മിസ്സസ് ബിന്ദു മാഡം. ട്രിവാൻഡ്രത്തുള്ള സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ട്രെക്കർ. ഇതാണ് വെള്ളം കിട്ടുന്ന അവസാനത്തെ ഉറവ. ഇത് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് വെള്ളമില്ല. ഇത് കഴിഞ്ഞാൽ അധികം ദൂരവുമില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ട്രെയിലിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അഗസ്ത്യാർകൂടം മലനിരകളാണ്. പക്ഷേ
വിസിബിലിറ്റി കുറവായതിനാൽ എത്രയൊരു എൻജോയ്മെൻറ്റ് കിട്ടിയിരുന്നില്ല. ഫുഡ് ഞങ്ങൾക്ക് താഴത്തുനിന്ന് പാക്ക് ചെയ്തിട്ട് തന്നായിരുന്നു. നല്ല അടിപൊളി നാടൻ ചോറും മീനൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ട കാഴ്ച സൂപ്പറായിരുന്നു. ഒരു ബൈസൻ്റെ അസ്ഥി കൂടായിരുന്നു. അവസാനം കതിർമുടിയുടെ നെറുകയിലെത്തുമ്പോൾ വാക്കുകൾ മൗനമാകുന്നു. ചുറ്റും പരക്കുന്ന മലനിരകൾ, താഴെ പച്ച വിരിച്ച താഴ്വരകൾ, മുകളിൽ നീലാകാശം. ഇവിടെ നിൽക്കുമ്പോൾ ലോകം മുഴുവൻ ചെറുതാകുന്നു, നമ്മൾ തന്നെ വലിയവരാകുന്നു. കതിർമുടി ഒരു ട്രെക്ക് മാത്രമല്ല, ഇതൊരു അനുഭവമാണ്. സ്വയം കണ്ടെത്താനുള്ളൊരു യാത്ര, പ്രകൃതിയോട് നന്ദി പറയാനുള്ളൊരു അവസരം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതാണ് പൊന്നി. ട്രിവാൻഡ്രത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ. ഒരു പാക്കേജും കൂടാണ്ട് കതിർമുടി ട്രെക്കിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. അതിൽ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. കതിർമുടി ട്രെക്കിങ്ങിനെ ഇത്രയും മനോഹരമായ അനുഭവമാക്കിയ എൻ റൂട്ട് ട്രെക്കിംഗ് ടീമിന് ഹൃദയം നിറഞ്ഞ നന്ദി. സുരക്ഷയും കരുതലും പ്രകൃതിയോടുള്ള സ്നേഹവും ഈ യാത്രയെ മറക്കാനാവാത്തതാക്കി.